അങ്ങനെ നമ്മൾ ഇവിടെ ഇതാണ് നമ്മൾ സ്റ്റേ അടിക്കുന്ന സ്ഥലം. എത്തി നമ്മുടെ റൂം ഇതാണ്, ഡബിൾ ബെഡുണ്ട്. അപ്പം നമ്മൾ പൂളിൽ ഇങ്ങനെ കിടക്കുവാണ്. നമ്മൾ നമ്മുടെ എന്താണ് ലൊക്കേഷനിൽ എത്തിയിട്ടുണ്ട്. ഇപ്പം നമ്മൾ മറൈൻ ഡ്രൈവിലാണ് വന്നിരിക്കുന്നത്. മറൈൻ ഡ്രൈവിൻ്റെ അടുത്താണ്. ഇനിയിപ്പോൾ ഇവിടുന്ന് മെട്രോയിൽ കയറി നമ്മളല്ല വാട്ടർ മെട്രോയിൽ കയറി നമുക്ക് അപ്പുറമായിട്ട് ഇറങ്ങണം. അപ്പോൾ അതിനുവേണ്ടി നമ്മൾ ആ വാട്ടർ മെട്രോയുടെ അങ്ങോട്ട് പോവുകയാണ്. അപ്പോൾ ഇവിടെ നേരെ ചെല്ലുന്ന എന്താണ് കൊച്ചി മറൈൻ ഡ്രൈവിലേക്കാണ്. ഇപ്പോൾ ഇവിടെ ടി സി ഓഫീസൊക്കെ ഉണ്ട്. നമുക്ക് വൈകിട്ട് ഇങ്ങോട്ട് ഇറങ്ങണം. ഇപ്പം നമുക്ക് റൂമിൽ പോയി ചെക്കിന് എടുത്തിട്ട് പിന്നെ നമ്മൾ തിരിച്ച് ഇങ്ങോട്ട് വരാൻ വേണ്ടിയാണ്. വൈകിട്ടൊരു വെയിലൊക്കെ താറി കഴിയുമ്പോൾ വൈകിട്ട് വന്നിട്ട് കാര്യമില്ല. ഇവിടെ വെള്ളവും കുടിക്കാനും കഴിക്കാനൊക്കെ ഉണ്ട്. നമ്മൾ ചെല്ലുക, എന്തെങ്കിലും കഴിക്കുക, കുറച്ച് റെസ്റ്റ് എടുക്കുക, എന്നിട്ട് വരാം എന്നുള്ള ഒരു പ്ലാനിൽ നമ്മളിപ്പോൾ നടന്നു ചെല്ലുന്നത് ഹൈക്കോട്ട് വാട്ടർ മെട്രോ അങ്ങോട്ടാണ്. അതൊക്കെ ബ്രിട്ടീഷുകാരിൻ്റെ ഓരോ ഭാഗങ്ങളും ഓരോ സ്ഥലങ്ങളൊക്കെയാണ്. നമ്മളിപ്പോൾ വന്നിട്ട് ഹൈക്കോട്ട് എന്താണ് വാട്ടർ മെട്രോയുടെ ഇവിടെയാണ് വന്നിരിക്കുന്നത്. ഇവിടെ നിന്ന് ടിക്കറ്റ് എടുത്ത് ബോട്ട് നമ്മൾ ഫസ്റ്റ് ടൈമാണ്. നമ്മൾ ബോട്ടേ കയറിയിട്ടുണ്ട്. ആലപ്പുഴക്കാരൻ കുട്ടനാട്ടുകാരൻ എന്നാ ബോട്ടാണ് അല്ല, എന്നാലും വാട്ടർ മെട്രോയിൽ നമ്മൾ ഫസ്റ്റ് ടൈം കയറാൻ പോവുകയാണ്. അപ്പോൾ ഇവിടുന്ന് നമ്മൾ ചെന്നിട്ട് ടിക്കറ്റ് എടുത്ത് ബോട്ടേ കയറണം. നമ്മുടെ ഇവിടെയൊക്കെ എന്ന് പറഞ്ഞാൽ ബോട്ടിലാണ് ടിക്കറ്റ്, പക്ഷേ ഇവിടെ ടിക്കറ്റ് എടുത്തിട്ട് വേണം കയറാൻ. അപ്പോൾ എങ്ങനെയാണെന്നൊക്കെ നമുക്ക് ബാക്കി വഴിയെ കാണാം. എങ്ങനെയാണ് കാര്യങ്ങളൊക്കെ അവിടെ ചോദിക്കാം, എനിക്കറിയില്ല. നമ്മൾ മെട്രോ കയറിയുണ്ട്, ഇതിൽ കയറാത്തല്ല എങ്ങനെയാണെങ്കിൽ ചോദിച്ചിട്ട് കയറാം. ഇത് പഠിച്ച് ബോംബടിച്ച് ഞങ്ങൾക്ക് ബോംബ് കാണുന്നുണ്ട് കയ്യിൽ. ഓപ്പണാണ് നമ്മളിവിടെ നിൽക്കുന്നു. അങ്ങോട്ട് എന്താണ് ഇതില്ലെന്ന്, അതായത് മെട്രോ ഇപ്പോൾ അവിടെ പുതിയ ടെർമിനൽ പണിയുന്നുള്ളൂ, പക്ഷെ അങ്ങോട്ട് ഇതുവരെ തുടങ്ങിയിട്ടില്ല. അങ്ങോട്ട് ഇതുവരെ തുടങ്ങാത്ത കാരണം നമുക്കപ്പം ഇനിയിപ്പം ഒന്നെങ്കിൽ ബൈക്ക് റെൻറ്റിന് എടുക്കണം. നമ്മൾ ഇവിടെ സൈക്കിളിൻ്റെ സെറ്റപ്പ് കാണുന്നുണ്ട്, പക്ഷെ അത് അൺലോക്ക് ആക്കാൻ പറ്റുന്നില്ല. അൺലോക്ക് ആകുമ്പോൾ അത് അല്ലെങ്കിൽ നമുക്ക് ഒരു കറക്റ്റ് ഓട്ടോയിടാം, മറ്റൊരു പോകേണ്ടി വരും. അതാണ് നമ്മുടെ ലക്ഷ്യം. അങ്ങനെ നമ്മൾ എന്താണ് ബസ്സിൽ ഇനി പോകുന്നു. കുറേ ആഴ്ച നമുക്ക് അവിടുന്ന് ആ സർവീസ് തുടങ്ങിയിട്ടില്ലായിരുന്നു. നമ്മൾ നോക്കിയപ്പോൾ അവിടെ ഉണ്ടെന്ന് കാണിച്ചത്, അതുകൊണ്ടാണ് നമ്മൾ അങ്ങനെ വരാമെന്ന് വെച്ചത്. പക്ഷേ സർവീസ് തുടങ്ങിയിട്ടില്ലായിരുന്നു. അപ്പോൾ പിന്നെ നമ്മൾ ബസ്സിൽ ഇവിടെ വന്ന് ഇവിടുന്ന് അങ്ങോട്ട് നടക്കാനുള്ള ദൂരമുള്ളൂ. ബാക്കി കാഴ്ചകളൊക്കെ അവിടെ ചെന്നിട്ട് കാണാം. ഇപ്പോൾ ഇത് ലുലുവിൻ്റെ മറ്റേ വലിയ സെറ്റപ്പ് പറ്റുന്ന കൺവെൻഷൻ സെൻറ്ററും കാര്യങ്ങളൊക്കെയാണ്. പിന്നെ ഗ്രാൻഡ് ഹൈറ്റ് അതോടുണ്ട്. അതിൻ്റെ അപ്പുറയാണ് നമ്മുടെ ബോൾഗാട്ടി പാലസ് നമ്മൾ റൂം ബുക്ക് ചെയ്തിരിക്കുന്നത്. അപ്പോൾ നമ്മൾ അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അവിടെ ചെന്നിട്ട് ബാക്കി കാര്യങ്ങളൊക്കെ കാണാം. ഇനി ഇത് ഗ്രാൻഡ് ഹൈറ്റാണ്. നമുക്കിവിടെ കയറി റൂം എടുത്താലോ? നമ്മളവിടെ ബുക്ക് ചെയ്ത് പോയാലും നമുക്ക് ഇവിടെ കയറി റൂം എടുത്താൽ മതിയായിരുന്നു. ഇപ്പം അങ്ങോട്ട് പോവാം. ഇവിടെ ഇതിൻ്റെ അപ്പുറമാണ് എന്താണ് മറ്റേ ആർമിയുടെ നേവിയുടെ ഒക്കെ ഇത് ഐലൻഡുകളുണ്ട്. വില്ലിംഗ്ടൺ ഐലൻഡ് അപ്പുറമാണ്. അപ്പം അങ്ങോട്ടൊക്കെ പോകുന്ന ഫ്ലൈറ്റാണ് പോയത്. ഇതിൻ്റെ അപ്പുറമാണ് വില്ലിംഗ്ടൺ ഐലൻഡ്. ഇതിൻ്റെ അവിടെ നമ്മൾ ചെല്ലുന്നത് നേരെ മറൈൻ ഡ്രൈവിൻ്റെ ഓപ്പോസിറ്റാണ്. ഇപ്പോൾ ചെല്ലുമ്പോൾ കാണാം കാര്യങ്ങൾ, സ്ഥലങ്ങളൊക്കെ. ഇതാണ് ബോൾഗാട്ടിയിലെ ഗോൾഫ് കളിക്കുന്നില്ല. നമുക്ക് ആ പരിപാടി അറിയത്തില്ല. ഈ അടിച്ച് കുഴിയിടുന്ന പരിപാടിയില്ലേ ഇവര്, അതിൻ്റെ ഗോൾഫ് ഗ്രൗണ്ടാണ് കാണുന്നത്. ഇവിടുന്ന് അങ്ങോട്ട് ചെല്ലുമ്പോഴാണ് നമ്മുടെ ഇതൊരു ബൈക്കും എല്ലാം റെൻറ്റിന് എടുക്കണം, എല്ലാം നടന്ന് മരിക്കുന്നു. ഇങ്ങോട്ട് ചെല്ലാൻ വേണ്ടി തന്നെ കുറേ ആയി. ഞാനപ്പോൾ ആ ബോട്ടുണ്ട് എന്നാൽ സെറ്റായിരുന്നു, പക്ഷേ ബോട്ടില്ലാത്ത കാരണം പോസ്റ്റ് വന്നതാണ്. ഇപ്പോൾ നോക്കട്ടെ, ബൈക്ക് റെൻറ്റിന് തന്നെ എടുക്കണം, അല്ലെങ്കിൽ നോക്കാം. ഹൈക്കോർട്ടിലെ ഇതും മറൈൻ ഡ്രൈവൊക്കെ സൈഡാണ്. നമ്മളിവിടെ വന്ന് കുറച്ച് നടന്ന് കേട്ടോ. ഇതാണ് ബോൾഗാട്ടി പാലസ്. ഇതിൻ്റെ മെയിൻ ഇതൊക്കെ ചെക്കിനെടുത്ത് ബാഗൊക്കെ അതിനകത്ത് വെച്ചിട്ട് നമുക്ക് കാണാം. ഈ സ്ഥലമൊക്കെ ഫ്രണ്ടിൽ നിന്നുള്ള വ്യൂ ഒക്കെ കാണുമ്പോൾ മറ്റേ വെള്ളി നക്ഷത്രം മൈ ബോസ് സിനിമയ്ക്ക് ഇവിടെയാണ് ഷൂട്ട് ചെയ്തത്. അപ്പോൾ നമ്മൾ എന്താണെന്ന് തോന്നുന്നു റിസപ്ഷനിലേക്ക് നമ്മൾ കയറാൻ നോക്കും. അപ്പം നമ്മളിവിടെ വന്ന് ഇതിൻ്റെ മെയിൻ ചെക്കിങ് കഴിഞ്ഞ് ഇങ്ങോട്ട് ആണ് ഇറങ്ങുന്നത്. ഇവിടെ റെസ്റ്റോറൻ്റൊക്കെ ഇവിടെ ഉണ്ട്, പിന്നെ പൂൾ അവിടെ ഉണ്ട്.
വീട്ടിലെത്തി. നമ്മുടെ റൂം ഇതാണ്. ഡബിൾ ബെഡ് ഉണ്ട്, അതിൻ്റെ ആവശ്യമൊന്നുമില്ല. നമ്മളൊരാളെ കൂടെ പിന്നെ ഇങ്ങോട്ട് വരുമ്പോൾ നമുക്ക് ഈ കാറ്റഗറിയാണ് കിട്ടിക്കുന്നത്. പക്ഷേ ഇവിടെ അധികം സീനറിയൊന്നുമില്ല. അവിടെ പല സ്ഥലത്തായിട്ട് ഇതിന് സെറ്റപ്പ് ഉണ്ട്. നമുക്കിവിടെയാണ് കിട്ടിയത്. നമുക്ക് ഇങ്ങനെയാണ് കിട്ടിയത്. ആ സൈഡ് വരുമ്പം സീ വ്യൂ അങ്ങനെയൊക്കെ വന്നാണ് നമ്മൾ ബുക്ക് ചെയ്ത് ഇതിലേക്കാണെന്നാണ് അവർ പറയുന്നത്. അപ്പം നമ്മൾ പറഞ്ഞു ഓക്കെ എന്ന് പറഞ്ഞു. ഓക്കെ കുഴപ്പമില്ല. അപ്പം നമ്മൾ ഇപ്പോൾ ഫ്രഷായിട്ട് കഴിക്കാൻ പോകണം. അതാണ് വിഷയം. അതെന്നാണ് ടീയുടെയൊക്കെ ഉണ്ട്. ഇത് ടീ പാക്കറ്റൊക്കെയാണ്. എന്തെന്നാണ് ലോക്കറൊക്കെ ഉണ്ട്. എല്ലാം ലോക്ക് ചെയ്ത് വെക്കാനാണ്. ലോക്കറ്, അതിൻ്റെ കാര്യങ്ങളൊക്കെ, ലോണ്ടറി ബാഗ് വന്നിരിക്കും. അപ്പോൾ ഇവിടുത്തെ കല്യാണ പരിപാടി നടക്കുന്നുണ്ട്. നമുക്ക് കല്യാണ പരിപാടിക്ക് കയറി വേണമെങ്കിൽ ഫുഡ് അടിച്ചു തരാം. എന്തോ റിസപ്ഷനാണോ എന്താ, കല്യാണം കഴിഞ്ഞോന്ന് അറിയില്ല. കാര്യം തോന്നുന്നു ഫോട്ടൊക്കെ പോകുന്നുണ്ട്. ഈ വീട് ഉണ്ടോ, ഇതാണ് മറ്റേ മൈ ബോസ് സിനിമയിലെ ദിലീപിൻ്റെ വീട്. അതുപോലെ തന്നെ മണിച്ചുവല്ല എന്ന വെള്ളി നക്ഷത്രത്തിലെ ആ സീനൊക്കെ ഇവിടെ ഷൂട്ട് ചെയ്തിരിക്കുന്നത്. ഇതിനകത്ത് ഉണ്ട് കുറേ ഇവിടെ കണ്ടല്ലോ ആ കൊച്ചു മാങ്ങ പറിക്കുന്നത്. ആ മാവ് കാണുന്നില്ല. അങ്ങനെ നമ്മൾ ഇവിടെ ഇതാണ് നമ്മൾ സ്റ്റേ അടിക്കുന്ന സ്ഥലം. ഇവിടുന്ന് അങ്ങോട്ട് വരുമ്പം ഇവിടെ റെസ്റ്റോറൻറ്റ് വരും. പിന്നെ ഇവിടെ പൂളുണ്ട്. ഇവിടെയൊക്കെ വീട്ടിറങ്ങാം എന്നൊരു പ്ലാനാണ്. ഇപ്പം അവിടെയൊക്കെ ഇരിക്കാൻ സെറ്റപ്പൊക്കെ ഉണ്ട്. അതൊക്കെ ഒരു വൈബാണ്. വെയിൽ താട്ടെ, വെയിൽ കാണുമ്പോൾ അവിടെ ഇരിക്കാം. പൂളൊക്കെ ഉണ്ട്, മിനി പൂള്, ബേബി പൂളൊക്കെ ഉണ്ട്. പിന്നെ അവിടെ പിള്ളേർക്ക് കളിക്കാനുള്ള സെറ്റപ്പുണ്ട്. ഇത് ബിയർ ആൻഡ് വൈൻ. ഇവിടെ ഇങ്ങനെ വരുമ്പോൾ ഇവിടെ നമ്മൾ ഈ വെള്ളമൊക്കെ എന്ത് കാണാനാണ്, നമ്മൾ കുട്ടനാട്ടുകാർ തന്നെ വെള്ളം കാണാൻ. വെള്ളമൊക്കെ സ്വാഭാവിക. ഇവിടെ വന്നിങ്ങനെ കുറച്ച് നേരം വായും പൊളിച്ചിരിക്കുക. ഇവിടെ ഇരിക്കാനുള്ള സെറ്റപ്പ് ഉണ്ട്. നമുക്ക് തണലും ഒക്കെ സ്ഥലത്ത് ഇരിക്കാം. ഫ്ലൈറ്റ് പോകുന്നത് ബോട്ട് പോകുന്നത്. ആലപ്പുഴ ഇങ്ങനെ കാണുന്നു, ഫ്ലൈറ്റും ബോട്ടും ഒരുമിച്ച്. നമ്മളപ്പം കുറേ നേരം ഇവിടെ ടൈം പൊളിച്ച് നിന്നു. ഇനിയിപ്പം റൂമിൽ പോയി ഒന്ന് കിടന്നുറങ്ങണം. അപ്പോൾ അതിനുവേണ്ടി നമ്മൾ റൂമിലേക്ക് പോവുകയാണ്. നമ്മുടെ റൂം ഇവിടുന്ന് അങ്ങോട്ട് പോകും. ഓക്കെ, ഈ ബിൽഡിങ്ങിൽ തന്നെയാണ്. ഇതിൽ വേറെ ബിൽഡിങ്, ഇത് 4 റൂം കണ്ട് കൊള്ളാൻ പറ്റും. ആ ബിൽഡിങ്ങിൽ അവിടെ എന്താണ് എനിക്ക് പെട്ടെന്ന് മൈ ബോസാണ് എൻ്റെ മനസ്സിലോട്ട് പെട്ടെന്ന് ഓടി വരുന്നത്. അത് നമ്മുടെ കുട്ടനാട് എന്ന് പറഞ്ഞിരുന്നത് ഞാൻ അത് ശരിയാണ്. ഞാൻ പണ്ട് ആലോചിച്ചുകൊണ്ടിരുന്നത് അവൻ്റെ വീട് കാണിക്കുന്നത് കുട്ടനാടാണ്. അപ്പോൾ ഇതിവിടെ കുട്ടനാട്ടിലുള്ള സ്ഥലമാണെന്നൊക്കെ പറഞ്ഞാൽ ഞാനായിരുന്നു. പക്ഷേ ഇപ്പോഴല്ലേ മനസ്സിലായത് ഇവിടുത്തെയാണ് എന്നൊക്കെ. ഒരു കുറച്ച് നാളുകൾക്ക് മുമ്പാണ് മനസ്സിലായത്. ഏറ്റവും ഇവിടെ കുളിക്കണം നമുക്ക്, നല്ല വെള്ളമാണ്. നമ്മുടെ അട്ടവെള്ളത്തിൽ കുളിക്കുന്ന നമ്മളോടാണ്. അങ്ങനെ നമ്മൾ റൂമിലേക്ക് പോവുകയാണ്. റൂമിൽ ചെന്നൊന്ന് കിടന്നുറങ്ങണം. ഇത് കഴിഞ്ഞ് പിന്നെ വൈകിട്ട് ഇറങ്ങാനുള്ള പരിപാടിയാണ്. മറൈൻ ഡ്രൈവിൽ കിടന്ന് ഇറങ്ങണമെന്നുണ്ട്. അപ്പോഴത്തെ മൂടാണൊക്കെ ഇരിക്കും. ഓക്കെ, ഒന്ന് പോയി കിടന്നുറങ്ങിയിട്ടൊക്കെ വരാം. പ്ലെയിനൊക്കെ ഉണ്ട്. വൈകിട്ട് വേണമെങ്കിൽ ഒരു മൂടാകുമ്പോൾ നമുക്കൊരു ബീറൊക്കെ അടിച്ചിരിക്കാം. ഇതാക്കാം. ഹലോ ഗൈസ്, അപ്പം നമ്മൾ ഉറക്കമൊക്കെ കഴിഞ്ഞിട്ട് നമ്മളിവിടെ ഇങ്ങനെ പുറത്ത് ഇങ്ങനെ ഇരിക്കുകയാണ്. നമ്മൾ ബാൽക്കണിയിലൂടെ ഇങ്ങനെ വായും പിടിച്ചിരിക്കുകയാണ്. ഇനിയിപ്പോൾ നമ്മൾ ഇവിടുന്ന് നേരെ ഒരുങ്ങി മറൈൻ ഡ്രൈവിലേക്ക് വിടാനുള്ള പരിപാടിയാണ്. ഓ എന്നാ കാറ്റാണ്. ഇത് നമ്മളിപ്പോൾ ഇങ്ങോട്ട് വന്നപ്പം ഭയങ്കര കാറ്റൊക്കെ. പോയിട്ട് പെട്ടെന്ന് പോരാ, ഒരു 5-6-7 മണിയാകുമ്പോൾ തിരിച്ച് വരണം. അവിടുന്ന് ബസ്സൊക്കെ കയറി നമ്മൾ തിരിച്ച് നമ്മൾ മറൈൻ ഡ്രൈവിൽ എത്തിയിട്ടുണ്ട്. മറൈൻ ഡ്രൈവിൽ എത്ര കണ്ടിട്ടുണ്ട്. അത് നമ്മൾ ചുമ്മാ വെറുതെ അവിടെ ഇരിക്കണ്ടെന്ന് വെച്ച് പറഞ്ഞതാണ്. മറൈൻ ഡ്രൈവിൽ കുറച്ച് നടക്കുക, എന്നിട്ട് സുഭാഷ് പാർക്കിലൊന്ന് പോകണം. എന്നിട്ട് അവിടെ നേരെ തിരിച്ച് റൂമിൽ പോകാനുള്ള സെറ്റപ്പാണ് നോക്കുന്നത്. ഇവിടെ ബോട്ടിങ് നടത്താൻ പറ്റും. ബോട്ടിങ് നമ്മൾ കുറേ ബോട്ട് കയറിയിരിക്കുന്നത്. അതുകൊണ്ട് നമ്മൾ ബോട്ടിങ് കയറിയില്ല. നമ്മൾ നടക്കുക. ഇതിൻ്റെ അങ്ങേറ്റം വരെ നടക്കണമെന്നില്ല. കുറച്ച് നടന്നിട്ട് പിന്നെ അവിടെ നമ്മൾ നേരെ സുഭാഷ് പാർക്കിൽ പോയി കുറച്ച് നേരം അവിടെ ഇരിക്കുക. സുഭാഷ് പാർക്കിൽ ഒക്കെ പോയി ഇറങ്ങി ഒരു റൗണ്ട് ചുറ്റാൻ വേണ്ടി ഇറങ്ങിയാണ്. അപ്പോൾ നമ്മൾ ഇപ്പം സുഭാഷ് പാർക്കിലേക്ക് പോവുകയാണ്. ഇവിടാണ് സുഭാഷ് പാർക്ക്. അപ്പം നമ്മൾ അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. പതിയെ ഒരു മഴക്കാറൊക്കെ ഉണ്ട്. മഴയുടെ ഒരു ചാറ്റലൊക്കെ വരുന്നുണ്ട്.
നമ്മൾ ബസ് പാർക്കിൽ കയറാൻ പോവാണ്. അങ്ങനെ നമ്മൾ സുഭാഷ് പാർക്കിൽ എത്തിയിട്ടുണ്ട്. 2 പാർക്കുണ്ട്. ഒന്ന് അപ്പുറം പിള്ളേർക്ക് വേണ്ടിയുള്ള പാർക്ക്. ഇത് എന്താണ് പൈസ ഒന്നും കൊടുക്കേണ്ട, കയറിപ്പോൾ മറ്റേതിനകത്ത് പൈസ കൊടുത്ത് കാരണം എന്നാൽ തന്നെ പിള്ളേർക്ക് കളിക്കാനുള്ള സെറ്റപ്പ്. ഇവിടെ ആകുമ്പോൾ ഇങ്ങനെ വന്ന് ചുമ്മാ ഇരിക്കും. കപ്പിൾസൊക്കെ വന്നാൽ അവർക്ക് സംസാരിച്ച് മുണ്ടിയൊക്കെ ഇരിക്കും. ഞാനീ ഒറ്റയ്ക്ക് വന്നിട്ട് എന്നെ കാണിക്കാനാണെന്നാണ് ഞാൻ ആലോചിക്കുന്നത്. നമ്മൾ പിടിച്ചങ്ങ് ഇരിക്കുക. നമ്മൾ പാർക്കിൽ ഇങ്ങനെ ഇരിക്കുക. അപ്പോൾ അവിടെ ഏതോ ഇവിടെ തന്നെയാണ്, ഇവിടെ തന്നെ ഏതോ കപ്പൽ പണിക്ക് കൊണ്ട് കിട്ടി. ഇവിടുത്തെ കപ്പലൊക്കെ മൊത്തം പണിയുന്നത്. അത് 633 ഏതാണെന്നറിയില്ല. അങ്ങനെ ഒരുപാട് കപ്പലോട് കപ്പൽ ആലപ്പുഴ ഹൗസ് ബോട്ടാണ് എല്ലാ കപ്പലും പണിക്കൊണ്ട് വരുന്നതാണ്. അങ്ങനെ നമ്മൾ എന്താണ് ബസ് പാർക്കിൽ നിന്ന് ഇറങ്ങി. ഇനിയിപ്പോൾ നമ്മൾ റിസോർട്ടിലോട്ട് തിരിച്ചു പോവുകയാണ്. അവിടെ പോയി ഇനിയിപ്പോൾ നാളെ രാവിലെ എല്ലായിടത്തും പോകാം. തിരിച്ചു പോകുന്ന എല്ലായിടത്തും പോകാമെന്ന് വെച്ചിരിക്കുകയാണ്. അപ്പോൾ തിരിച്ച് പോവുകയാണ്. ഇപ്പം ക്ഷീണമാണ്. നമ്മൾ ബസ് നോക്കി നിൽക്കുകയാണ്. അപ്പോൾ നമ്മൾ പൂളിൽ ഇങ്ങനെ കിടക്കുവാണ്. പൂളിൽ നല്ല ചൂടുവെള്ളമായതുകൊണ്ട് പിന്നെ അധികം തണുപ്പില്ല. അത് തന്നെ ഏറ്റവും നല്ല കാര്യം. അപ്പോൾ നമ്മളിങ്ങനെ പൂളിൽ നീന്തണമെന്നുണ്ട്. പക്ഷേ എനിക്ക് തന്നെ നമ്മൾ നീന്തുന്നില്ല. പിന്നെ പനിയും കൂടെ ആയതുകൊണ്ട് നമ്മൾ തല പോകുന്നില്ല. ജസ്റ്റ് ചുമ്മാ ഒന്ന് ഇറങ്ങാൻ വേണ്ടി വന്നു. അതെ, നമ്മൾ അവിടെ കാണിച്ചായിരുന്നു പൂളൊക്കെ. അതിൻ്റെ സൈഡ് തന്നെ നമ്മൾ നടക്കാൻ ഇറങ്ങിയാണ്. അവിടെ എന്തോ കല്യാണ ഫംഗ്ഷനൊക്കെ നടക്കുന്നുണ്ടെന്ന് തോന്നുന്നു. പിന്നെ ഇവിടെ ടെർമിനലാണ് അല്ല ഈ എന്തോ ബോട്ട് തന്നെ ബോട്ട് സംഭവം കിടക്കുന്നത്. അത് മറ്റേ ഷിപ്പ്. എന്നാ ഷിപ്പാണ് അതിൻ്റെ പേരൊന്നും എനിക്കറിയില്ല. അതൊക്കെ കിടപ്പുണ്ട്. നേരെ അക്കരെ മറൈൻ ഡ്രൈവ് ആണ്. അപ്പോൾ അവിടെ എന്തോ പാട്ടൊക്കെ നടക്കുന്നു. നമ്മളപ്പോൾ ഇതിൻ്റെ അറ്റത്ത് ഇങ്ങനെ വന്ന് ഇവിടെ നിന്നാണ്. അല്ല ഇവിടെ നിന്നല്ല, സിംഹാണല്ലേ. നല്ല മഴ പെയ്തു തുടങ്ങി. ഇപ്പോൾ ഇവിടെ മഴയിൽ കാണുന്നത് ഷിപ്പ് യാർഡാണ്. കൊച്ചി ഷിപ്പ് യാർഡ്. കൊച്ചിയിൽ കളർ പടർന്നു തുടങ്ങി. അപ്പം മഴ കാരണം റൂമിലേക്ക് പോകും. ഇവിടെ രാവിലെ എഴുന്നേറ്റ് കുറച്ച് ലേറ്റായി. എന്നാലും നമ്മൾ എന്താണ് എഴുന്നേറ്റ് ഇവിടെ റെസ്റ്റോറൻറ്റിൽ ഇപ്പം ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ. ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വേണ്ടി നമ്മൾ പോവുകയാണ്. അപ്പം അങ്ങോട്ട് വന്നു കഴിഞ്ഞുള്ള കാഴ്ചകളും ബ്രേക്ക്ഫാസ്റ്റ് കാണിച്ചു തരാം എന്ന് വിചാരിക്കുന്നു. നമ്മളെ പറഞ്ഞാൽ തോന്നുന്നു. ഇതാണ് ഇവിടുത്തെ റെസ്റ്റോറൻറ്റ്. ഇതിൻ്റെ അകത്ത് കയറണം. അകത്ത് ബൊഫയാണ്. ഒരിത് മസാല ഓംലേറ്റൊക്കെ ലൈവ് ഉണ്ട് ഇവിടെ. ലൈവൊക്കെ ഉണ്ട്. ലൈവൊക്കെ കഴിക്കാം. ദോശയുണ്ട്, ഇഡ്ഡലി ഉണ്ട്, സാമ്പാർ. പിന്നെ അപ്പുറം ലൈവും ഉണ്ട്. ഇവിടെ ന്യൂസ് ഐറ്റമെല്ലാം ഉണ്ട്. വാതിപ്പോൾ വെറുതെ ഇരുന്നപ്പോൾ അതേ മേളോട്ട് നോക്കിയപ്പോൾ വാഗ പൂത്ത് നിറഞ്ഞിരിക്കും. ദീപാകാരമായ ഒരു മരമാണ്. ഇങ്ങനെ ഒരു 10-20 വർഷം പഴക്കമാണ്. പഠിച്ചിരിക്കുമായിരുന്നു. ഇവിടെ അതിൻ്റെ മേളിൽ വന്ന് ഇവിടെ കയറി ആ സിനിമയ്ക്കകത്തെ കാണുന്ന സെറ്റപ്പൊക്കെ അത് മേളിൽ നിന്നുള്ള വ്യൂ ആണ്. നമ്മളിങ്ങനെ നടന്ന് ഇവിടെ വന്ന് അങ്ങോട്ട് പോകുമ്പോൾ കായലാണ് കാണുന്നു. ഇവിടെ കായൽ, ഇവിടെ പാലസൊക്കെ. ഇവിടെ ഇങ്ങനെ ചുമ്മാ രാവിലെ ഇങ്ങനെ ഇരിക്കുകയാണ്. സീനറി ഒക്കെ കണ്ട്. ഇന്നലെ അപ്പോൾ എന്താണ് ഇവിടെ കല്യാണമൊക്കെ നടക്കുന്നതാണ്. പന്തലൊക്കെ ആയിരുന്നു. പക്ഷേ ഇപ്പോഴാണ് ഇത് കഴിച്ചു പറ്റിയപ്പോൾ ഒരു രസമുണ്ട്. അപ്പോൾ നമ്മളിവിടെ ഇങ്ങനെ ആ മനോഹാരിത ഇവിടെ കണ്ട് ആസ്വദിച്ച് ഇവിടെ ഇങ്ങനെ ഇരിക്കുകയാണ്. അങ്ങനെ നമ്മളിവിടെ കിടക്കുകയാണ്. നമ്മുടെ സൈഡിൽ ഇത് കഴിഞ്ഞ് നമ്മൾ നേരെ ഡ്രസ്സൊക്കെ പാക്ക് ചെയ്ത് ചെക്കൗട്ട് എടുത്ത് ട്രെയിൻ വഴി നേരെ ആലപ്പുഴ പോവുക. ആലപ്പുഴ പോയി സിനിമ കണ്ട് വീട്ടിൽ പോകാനുള്ള പരിപാടിയാണ്. രാവിലെ എഴുന്നേറ്റപ്പോൾ തന്നെ അവിടെ കിടക്കാൻ വെറുതെ കിടക്കുന്നില്ല നല്ലത്. എന്താണ് എന്തിനാണ് നടന്ന് ക്ഷീണിക്കുന്നത്, അല്ലെങ്കിൽ വലിയ കയറി യാത്ര ചെയ്ത് ക്ഷീണിക്കുന്നത്. നമ്മളതിന് വേണ്ടി തന്നെയാണ് വന്നത്. വരിക, ജസ്റ്റ് കിടക്കുക, റെസ്റ്റ് എടുക്കുക, ചില്ലടിക്കുക.
പല സ്ഥലത്തും പോയിട്ടുണ്ട്. അവിടെയൊക്കെ നമ്മൾ യാത്രകൾ ചെയ്തു കുറേ സ്ഥലം കണ്ടിട്ടുണ്ട്. എറണാകുളത്ത് നമ്മൾ എപ്പോഴും മരുന്ന് കാരണം പിന്നെ യാത്ര ചെയ്യാനല്ല ഇങ്ങോട്ട് വന്ന് മിസ് കിടക്കാൻ വേണ്ടി വന്നു, ഉറങ്ങാൻ വേണ്ടി വന്നു, ഫുഡ് കഴിക്കാൻ വേണ്ടി വന്നു. അതൊക്കെ കഴിച്ച് ഇനിയിപ്പം തിരിച്ച് നാട്ടിലേക്ക് ബാക്ക് ടു ആലപ്പുഴ. ഓക്കെ, അപ്പോൾ ഇന്നത്തെ വ്ലോഗ് ഇത്രേ ഉള്ളൂ.